ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മുഖകാന്തി തിരിച്ചെടുക്കാം. സാധാരണ നമ്മൾ വെയിൽ കൊള്ളുകയും അതല്ലെങ്കിൽ മുഖത്തിന് മുഖക്കുരു ഉണ്ടാവുകയോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മുഖത്തിൻ്റെ കളർ സാധാരണ രീതിയിൽ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ വളരെയധികം സൂര്യപ്രകാശം ഏറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം മുഖ സൗന്ദര്യം വളരെയധികം പ്രോബ്ലം സാധാരണയിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സിമ്പിൾ മാർഗം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധാരണ നമ്മുടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ്. സാധാരണ നമുക്കറിയാം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് കാര്യത്തിനാണെന്നുള്ള കാര്യം. പക്ഷേ അത് കൂടാതെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കാം, അതും വളരെ ഭംഗിയായിട്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് സാധ്യമാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് വളരെയധികം സാധ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ആദ്യം ഒരല്പം കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് എടുക്കാം. ഒരല്പം മതി, ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം ടൂത്ത് പേസ്റ്റ് മാത്രം എടുത്താൽ മതി, ഇത്രത്തോളം ടൂത്ത് പേസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇനി ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കോൾഗേറ്റ് മാത്രമേ പറ്റുള്ളൂ എന്നൊരു സംശയം നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് കോൾഗേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ മറ്റുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വൈറ്റ് നിറത്തിലുള്ള ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം ക്ലോസപ്പ് ഒക്കെ നമുക്കറിയാം മറ്റു പല നിറത്തിലുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റ് നിറത്തിലുള്ള മറ്റ് ഏത് പേസ്റ്റും നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് സാധനം, വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ തക്കാളിക്ക. നമുക്ക് ഒരു നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇനി ഒരല്പം പഴുപ്പ് കുറവാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ശരിക്കൊന്ന് പ്രസ് ചെയ്യുക. തക്കാളിയുടെ പുറം മുഴുവൻ ഇതുപോലെ ശരിക്കും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ജ്യൂസ് മുഴുവൻ ശരിക്കും ഇറങ്ങി വരും. അതിലാണ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇനി ശരിക്കും പഴുത്ത തക്കാളിയാണെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നോർമലി നല്ല ജ്യൂസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ തക്കാളി ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കുരുവുള്ള ഈ പോർഷൻ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജ്യൂസ് ഇതിലേക്ക് വരും. കുരുവുള്ള ഈ ജ്യൂസോട് കൂടിയ ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു പോർഷൻ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം മുഴുത്ത ഒരു തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രം മതിയാവും. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് സാധാരണ നമ്മുടെ പഞ്ചസാര. ഒരല്പം പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോളം പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ലൈം ഓർ ലെമൺ, ഇതിലേക്ക് ഒരല്പം ലൈം ജ്യൂസ് കൂടി ആഡ് ചെയ്യണം. ഏകദേശം 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോളം ലൈം ജ്യൂസ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം ഇതെല്ലാം കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ബേക്കിംഗ് പൗഡർ അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ്